world news and Indian perspective on All India Radio. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിൽ പോയപ്പോൾ നല്ല പെർസിമോൺസ് കണ്ടു. ഇത് പെർസിമോൺ എന്നും പറയും, കാക്ക ഫ്രൂട്ട് എന്നും പറയും. മലയാളത്തിൽ ഇത് എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇതൊരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് നല്ലത് വരുമ്പോൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. നല്ലത് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓറഞ്ച് കളറായിരിക്കണം ഈ പെർസിമോൺ. യെല്ലോ കളർ ആണെങ്കിൽ അത് പഴുത്തിട്ടില്ല. അത് വാങ്ങിച്ച് കഴിഞ്ഞാലും അത് പഴുക്കാനുള്ള ചാൻസസ് കുറവാണ്. സോ ഓറഞ്ച് കളറുള്ള പെർസിമോൺ വാങ്ങിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്കു ഫ്രൂട്ട് കഴിക്കുന്ന ഒരു സിമിലാരിറ്റിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് യോഗേർട്ട് എടുത്തിട്ട് ബനാന, ചിയ സീഡ്സ് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ ലഞ്ച് ബ്ലാക്ക് ഐഡ് പീസ് മിക്സ് വെജ് കറിയും പിന്നെ പറാഠയുമാണ്. ബ്ലാക്ക് ഐഡ് പീസ് ശരിക്കും പറയുമ്പോൾ പീസ് അല്ല, അതൊരു ബീൻ വർഗത്തിൽ വരുന്നതാണ്. ഈ ഒരു ബീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് പുളിയുള്ളൊരു ബീനാണിത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. പിന്നെ അല്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് ബ്ലാൻഡാണ്. അപ്പോൾ കുറച്ച് മിക്സ് വെജൊക്കെ ഇടുമ്പോഴാണ് ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഞാൻ എൻ്റെ ട്രസ്റ്റഡ് പ്രഷർ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 2 വിസിലാണ് ഇതിന് കൊടുക്കുന്നത്. സോ നമ്മുടെ കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട്, പൊട്ടാറ്റോസ് ഇട്ടിട്ടുണ്ട്, ടൊമാറ്റോസ് ഇട്ടിട്ടുണ്ട്, മേജറായിട്ടുള്ള വെജിറ്റബിൾസിന്. ബാക്കി നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇടാം. ഞാനിവിടെ അനിയൻസ് യൂസ് ചെയ്യുന്നില്ല. ഞാൻ മാക്സിമം കറികളിൽ അനിയൻസ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാറില്ല. കാരണം പിന്നെ അനിയൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓവർ പവറിങ് സ്വീറ്റ്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്ലാക്ക് ഐഡ് ബീൻസ് എന്ന് പറയുമ്പോൾ നല്ല പുളിയുള്ളൊരു ബീൻസ് ആണ്. സോ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ അനിയൻസ് ഒഴിവാക്കുക. പൊടികളിൽ ഞാൻ ഇടുന്നത് മഞ്ഞപ്പൊടിയും കൊറിയാൻഡർ പൗഡറും ആണ് 1 ടീസ്പൂൺ ഇടുന്നത്. ബാക്കി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി പൗഡർ ഒട്ടും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു കറിയാണത്. സോ ഗ്രീൻ ചില്ലീസ് ഇട്ടാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് ആ ഗ്രീൻ ചില്ലീസിൻ്റെ ആ സ്പൈസ് വരുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. ഞാനിതിൽ ചാറ്റ് മസാല പൊടിയാണ് ഇടുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ചാറ്റ് മസാല പൊടിയിൽ ഡ്രൈ മാംഗോൻ്റെ പൗഡർ ഉണ്ട്. സോ ഈ കറീൻ്റെ പുളിപ്പ് രസത്തിനും കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും. വളരെ ടേസ്റ്റിയാണ് ചാറ്റ് മസാല പൗഡർ ഇതിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഈ കസൂരി മേത്തി ഓപ്ഷണലാണ്. ഞാനിത് കുറച്ചും കൂടി നോർത്ത് ഇന്ത്യൻ ആക്കാൻ വേണ്ടിയിട്ടാണ് കസൂരി മേത്തി യൂസ് ചെയ്യുന്നത്. ആ പുളിയും കയ്പുരസവും കൂടി മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണിത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കസൂരി മേത്തി ഒഴിവാക്കാം. ഫൈനലി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഫ്രഷ്ലി ചോപ്ഡ് കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഞാൻ പറാഠ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഐഡി എന്ന ബ്രാൻഡിലെ പറാഠയാണ് യൂസ് ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ എനിക്ക് ചോദിച്ചിരുന്നു പാക്കേജ്ഡ് ഐറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണോ എന്നത്. ഡെഫിനറ്റ്ലി നല്ലതല്ല. പക്ഷെ പൊറോട്ട എന്ന് പറയുന്ന കാര്യം എനിക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് ആ ഒരു ടെക്സ്ചർ കിട്ടാറില്ല. സോ ഞാനത് ഗിവ് അപ്പ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഐഡി എന്ന ബ്രാൻഡിൽ വാങ്ങിക്കുന്നത്. രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഈവനിങ് വാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാട്ട് കഴിക്കാനുള്ള മനസ്സ് തോന്നി. അപ്പോൾ തന്നെ നമ്മൾ അലാദിൽ നിന്ന് പോയിട്ട് പണിപുരീസ് വാങ്ങിച്ചു കൊണ്ടുവന്നു. പണിപുരി ഉണ്ടാക്കുമ്പോൾ മെയിൻലി നമുക്ക് വേണ്ടത് ഫില്ലിംഗ് ആണ്. സോ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെയിൻലി യൂസ് ചെയ്യുന്നത് ഗ്രീൻ മൂങ്ങും പൊട്ടാറ്റോസും ആണ്. ഇതിനെ നല്ല രീതിയിലായിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് ഇതിൽ മസാലസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ടേമറിക് പൗഡറും കുറച്ച് ഉപ്പും മാത്രം ചേർത്താൽ മതി. പാനിപൂരിയുടെ പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. 1 കൈപ്പിടി നിറയെ കൊറിയാൻഡർ ലീവ്സ് എടുക്കുന്നുണ്ട്. പിന്നെ 1 കൈപ്പിടി നിറയെ പുതിന ലീവ്സ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലെ മേജർ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പാനിപൂരി മസാലയാണ്. എവറസ്റ്റിൻ്റെ പാനിപൂരി മസാലയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്.
ഞാനിതിൻ്റെ ലേബിൾ പ്രകാരം 1 ടേബിൾ സ്പൂൺ പാനിപ്പൊടി മസാല യൂസ് ചെയ്യുന്നുണ്ട്. ഈ പാനിപ്പൊടി മസാലയിൽ തന്നെ ഓൾറെഡി കുറച്ച് എരിവുണ്ട്. സോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ലാസ്റ്റ്ലി നമുക്കിതിൽ ഫ്രഷ് ലൈം ജ്യൂസ് സ്ക്വീസ് ചെയ്തെടുക്കാം. പാനിപൂരിയിലെ വേറൊരു കീ ഇൻഗ്രീഡിയൻ്റ് ആണ് മീഠാ ചട്നി അല്ലെങ്കിൽ സ്വീറ്റ് ചട്നി. സോ ഇത് ഞാൻ മദേഴ്സിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്, ഡൽഹി ചട്നി. ഇത് ടാമറിൻഡും ഡേറ്റ്സിൻ്റെയും ചട്നിയാണ് മീഠാ ചട്നി. നമ്മൾ ഈ പാനിപൂരി വാങ്ങിക്കുമ്പോൾ തന്നെ അതിൽ ബൂന്തീസ് പാക്കറ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ ഈ പാനിപൂരി പാക്കറ്റിന് കൊടുത്തത് ഐ ബിലീവ് 10 dirhams ആണ്. സോ ഈ 10 dirhamsൽ ഒരു 22 പൂരീസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒരാൾക്ക് 10 പൂരീസ് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. സോ വയറ് നിറയും വരെ നമുക്ക് കഴിക്കാം. നൈസ്. പാനിപൂരി എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ്. എസ്പെഷ്യലി ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരുവാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കാൻ നല്ല രസമാണ്. ഇറ്റ്സ് ഫൺ. പൂരീസ് ആൻഡ് ബൂന്തീസ് ഫ്രൈഡ് ആണ്, പക്ഷെ ബാക്കി നമ്മുടെ പുതിന കൊറിയാൻഡർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡൈജഷന് പ്രശ്നങ്ങളൊന്നും വരില്ല. സോ ചിലപ്പോൾ ഒക്കെ മീൽ പ്ലാൻ പ്രകാരം മാത്രമല്ല ഞാൻ ഭക്ഷണം വെക്കുന്നത്, ചിലപ്പോൾ ഒക്കെ ഇങ്ങനത്തെ ഇംപ്രോംപ്റ്റു ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. നമുക്ക് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ അത് സപ്രസ് ചെയ്യാതെ നമുക്ക് ഇങ്ങനെ വൺസ് ഇൻ എ വീക്ക് ഇങ്ങനെ ഇംപ്രോംപ്റ്റു ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്ന് കുറേ അധികം പൾസസ് കഴിച്ചത് കൊണ്ട് തന്നെ രാത്രി ഒരു ജിഞ്ചർ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. സോ ജിഞ്ചർ എന്ന് പറയുന്നത് ചൈനീസ് ജിഞ്ചർ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചൈനീസ് ജിഞ്ചർ ഇസ് നോൺ ഫോർ ഇൻക്രീസിങ് മെറ്റബോളിസം. വിന്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം പൊതുവേ കുറച്ച് സ്ലോ ആയിരിക്കും. അതുകൊണ്ട് ജിഞ്ചർ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ഞാൻ ബൈറ്റ് സൈസ് ആയിട്ടുള്ള ജിഞ്ചർ പീസസ് ഇടുന്നുണ്ട്. പിന്നെ ഇതാണ് സെന്ന ലീവ്സ്. സെന്ന ലീവ്സ് നമ്മുടെ ഡൈജഷന് വളരെയധികം നല്ലതാണ്. സോ ഏതെങ്കിലും ദിവസം നിങ്ങൾ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് വളരെ ഹെവി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെന്ന ലീവ് ടീ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. സോ സെന്ന ലീവ്സ് കുറച്ചിങ്ങനെ വലുതായിട്ടാണ്. സോ ഇങ്ങനെ സ്ട്രെയിനർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ആസ് യൂഷ്വൽ ലെമൺ ഇട്ടിട്ടാണ് ഇത് കുടിക്കുന്നത്. ഇപ്പോൾ ബെഡ് ടൈം ഇങ്ങനത്തെ ഒരു വോം ആയിട്ടുള്ള ടീ കുടിക്കുന്നത് എനി ഡേ ബെസ്റ്റ് ആണ്. സോ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല റെസിപ്പീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡു ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് കോമൻസിൽ അറിയിക്കുക അതിൻ്റെ റിസൾട്ട്. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം. ഞാൻ റെഗുലറായിട്ട് എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് അവിടെയും അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ സീ യു ദേർ. ടേക്ക് കെയർ.